ഡിവൈൻ ടച്ച് ഇൻ ആർട്ട്. കലകളിലെ ദൈവിക സ്പർശം. എ ഡോക്യുമെന്ററി. തൃശൂർ ജില്ലയിലെ വടക്കേ അതിർത്തിയിൽ പാലക്കാട് ജില്ലയോട് തൊട്ടടുത്ത് കിടക്കുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അന്താരാഷ്ട്ര പ്രശസ്തമാണ്. കാരണം ഈ പഞ്ചായത്തിലാണ് കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, മോഹിനിയാട്ടം എന്നീ കലകൾക്ക് രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്ത കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുരിയിൽ താമസിക്കുന്ന കഥകളി നടൻ കെ.എം. ജോൺ കഥകളി വേഷം വിദ്യാർത്ഥിയായി കേരള കലാമണ്ഡലത്തിലെത്തിയ ആദ്യത്തെ ക്രിസ്തീയ യുവാവ്. ഡിവൈൻ ടച്ച് ഇൻ ആർട്ട്. കലകളിലെ ദൈവിക സ്പർശം. കൂത്താട്ടുകുളം ഇടയാറിലെ ഡോക്ടർ മാത്യു കെ ജോണിന്റെയും സാറാമ്മ മാത്യുവിന്റെയും പുത്രന് ചെറുപ്പം മുതൽ തന്നെ കലകളോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. ജോൺ കലാമണ്ഡലത്തിൽ ചേർന്ന് പ്രൊഫസർ സി പത്മനാഭൻ നായർ, പ്രൊഫസർ വാഴേങ്കട വിജയകുമാർ എന്നിവരുടെ കർശന ശിക്ഷണത്തിൽ 6 വർഷത്തെ വേഷം കോഴ്സിൽ പ്രശസ്ത വിജയം കൈവരിച്ചു. ആറാമത്തെ വർഷം തന്നെ കലാമണ്ഡലത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള എ.ഡി. ബോളന്റ് ഗോൾഡ് മെഡലും കേന്ദ്ര ഗവൺമെന്റ് സ്കോളർഷിപ്പോടെ കഥകളിയിൽ 3 വർഷത്തെ ഉപരിപഠനവും പൂർത്തിയാക്കി. ഇതോടെ കെ.എം. ജോൺ എന്ന കഥകളി കലാകാരൻ ഉദിച്ചുയരുകയായി. ഡിവൈൻ ടച്ച് ഇൻ ആർട്ട്. കലകളിലെ ദൈവിക സ്പർശം. ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ജീവിതവും ഹൈന്ദവ കഥകളിലൂടെയുള്ള കഥകളി പഠനവും ഒത്തുചേർന്നു പോകുമ്പോഴും ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. പുരാണ കഥകൾ പഠിച്ചവതരിപ്പിക്കുമ്പോൾ ജോൺ ചിന്തിച്ചു, എന്തുകൊണ്ട് ബൈബിൾ കഥകൾ രംഗത്ത് അവതരിപ്പിച്ചുകൂടാ? സത്യത്തിൽ ഈ കലകളോട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പാരമ്പര്യ കലകളോട് നമ്മുടെ സഭയ്ക്ക് പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകാം ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും ആരും പാരമ്പര്യ കലകൾ, പ്രത്യേകിച്ച് കഥകളി പഠിക്കുവാൻ ആരും കടന്നു വരാത്തത്. ഞാൻ കടന്നു വന്നു എന്നിരുന്നാലും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. ബുദ്ധിമുട്ടുകളൊന്നും എടുത്തു പറയുന്നില്ല എങ്കിലും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കലാകാരൻ ഒരിക്കലും പഠിച്ചു തീരുന്നില്ല. അവൻ മരിക്കും വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം.
എങ്കിൽ മാത്രമേ പുതുമകൾ അവനിൽ നിന്നും ഉണ്ടാവൂ. മൂത്ത മകൾ റിയായെയും കഥകളി അഭ്യസിപ്പിച്ച് ജോണും കുടുംബവും ഒരു പരീക്ഷണത്തിനിറങ്ങി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ബൈബിളിലെ അബ്രഹാമിന്റെ ബലി കഥകളി രൂപത്തിൽ രംഗത്ത് അവതരിപ്പിച്ച് സ്വദേശത്തും വിദേശത്തും കയ്യടി നേടി അബ്രഹാമിന്റെ ദൈവസ്നേഹത്തിന്റെ കഥ ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അബ്രഹാം തൻ്റെ മകനെ ബലി അർപ്പിക്കുന്നതിനു വേണ്ടി മോറിയ മലയിലേക്ക് പുത്രനെയും കൂട്ടി പോവുകയാണ്. വിറകും തീയും എടുത്തിട്ടുണ്ട്. എന്നാൽ ബലിക്കുള്ള മൃഗം ഇല്ല. ഈ ബലിക്കുള്ള മൃഗം കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, തീയും വിറകുമുണ്ട്, എന്നാൽ ബലി അർപ്പിക്കുന്നതിനുള്ള കുഞ്ഞാട് എവിടെയാണ്? ഒരു പിതാവിന് സ്വന്തം മകനെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ മകൻ പിതാവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക വിഷമം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ആ വിഷമം മകനോട് കാണിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. തീയും വിറകും ഉണ്ടല്ലോ, 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 എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാമിന്റെ ബലിയിലെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വേഷമാണ് ഞാൻ അണിയുന്നത്. ഇതിൽ ഈ ഇസഹാക്കിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം അവനൊരു നിഷ്കളങ്കനായ ഒരു പാവം പയ്യനാണ്. അവൻ തൻ്റെ പിതാവ് മലയിലേക്ക് ബലിയാടായി കൊണ്ടുപോകുമ്പോൾ അവൻ അറിയുന്നില്ല താനാണ് ബലിക്കായി അവിടെ അർപ്പിക്കുന്നത് തൻ്റെ പിതാവ് എന്ന്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്ത് പിതാവിൻ്റെ ആ മനസ്സിലുള്ള ആ വിഷമം ഇതൊന്നും ആ കുഞ്ഞ് അറിയുന്നില്ല. പിന്നെ അവൻ ആ മലയിലെത്തിയിട്ട് സ്വന്തം പിതാവിനോട് അവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ തീയും അതേപോലെ തന്നെ വിറകുകളും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് ഏറ്റവും ആവശ്യമായ ബലിയാട് എവിടെയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ എന്ത് പാവം, എന്ത് നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ്, ഇവനൊന്നും അറിയുന്നില്ല എന്ന്. ഇസഹാക്കിൻ്റെ ഈ നിഷ്കളങ്കമായ ഭാവവും നിഷ്കളങ്കമായ ചോദ്യവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ വേഷം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വേഷം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ദൈവം പറഞ്ഞ ആ കൽപ്പന, ആ പ്രവൃത്തി, അത് നിറവേറ്റാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അബ്രഹാം ബലിക്കായി ഒരുങ്ങുന്നു. വാളെടുത്ത് മകൻ്റെ ശിരസ് ഖണ്ഡനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓങ്ങുന്ന സമയം, അബ്രാഹാമേ, അബ്രാഹാമേ,